എന്നോട് ഒരു ചെറുപ്പക്കാരൻ പയ്യൻ ചോദിച്ചു, ക്രൈസ്തവ വിശ്വാസം അന്ധവിശ്വാസം അല്ലെന്നതിന് പിതാവിന് എന്താണ് ഒരു ഉറപ്പ്? ആ വൈദികനെ ധിക്കരിച്ചത് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്നൊക്കെ ഒരു സംസാരം വരാറുണ്ട്. വൈദികരെ ധിക്കരിച്ചാൽ അപകടം വരുമോ അല്ലേ? ഇപ്പോൾ പിതാവിന് രാഹുകാലം എന്താണെന്ന് അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം. അത് നമ്മുടെ ക്രൈസ്തവ വിശ്വാസത്തിന്റെ ഭാഗമാണോ എന്നുകൂടി ഒന്ന് പിതാവ് പറഞ്ഞു തരണം. ഒരു ധ്യാനഗുരു വന്ന് പറഞ്ഞു, ഇത് കട്ടള മാറ്റി തെക്കോട്ട് വെക്കണമെന്ന് പറഞ്ഞു, അത് വെച്ചു. വേറൊരു ബ്രദർ വന്ന് പറഞ്ഞു, അത് ഭയങ്കര പ്രശ്നമാണ് തെക്കോട്ട് വെച്ചാൽ, അതുകൊണ്ട് അത് വടക്കോട്ട് വെക്കണമെന്ന് പറഞ്ഞു, അവിടെയും വെച്ചു. നമ്മൾ ഒരു കാര്യം വിശ്വസിച്ച് നടന്നാൽ അത് തന്നെ സംഭവിക്കും. ഇന്നും പല ക്രിസ്ത്യാനികളും ഒരു കയ്യിൽ കുരിശും കൊന്തയും ഒക്കെ എന്തുമ്പോൾ മറ്റൊരു കയ്യിൽ ചില അന്ധവിശ്വാസങ്ങളെയും കൂടെ നമ്മൾ ചേർത്ത് പിടിക്കാറുണ്ട് പലപ്പോഴും. എന്താണ് വിശ്വാസവും അന്ധവിശ്വാസവും തമ്മിലുള്ള വ്യത്യാസം? ഇവയൊക്കെ ഏതാണ്? ഇവയോടുള്ള സഭയുടെ സമീപനം ഏതാണ്? ഇവയൊക്കെ തിരിച്ചറിയുവാനായി ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നു ക്രിസ്ത്യാനികളുടെ അന്ധവിശ്വാസം. ഇന്നത്തെ വിഷയത്തിൽ കൃത്യമായ നിലപാടിൽ വ്യക്തമായ ഉത്തരം നൽകുവാൻ നമ്മോടൊപ്പം ആയിരിക്കുന്നത് ചങ്ങനാശ്ശേരി അതിരൂപതയുടെ മെത്രാപ്പോലീത്ത അഭിമന്യ മാർ തോമസ് തറയിൽ പിതാവാണ്. പിതാവിനെ ഏറെ സ്നേഹത്തോടെ ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് നമ്മളുടെ ചർച്ചകൾ ആരംഭിക്കാൻ സമയമായിരിക്കുകയാണ്. പിതാവേ, ഈ നോമ്പുകാലം കഴിഞ്ഞപ്പോൾ ഒരു വിവാഹ സൽക്കാരത്തിൽ പങ്കെടുക്കാനിടയായി. അപ്പം വിവാഹത്തിനായിട്ട് പള്ളിയിലേക്ക് പോയി. അപ്പം 4:30 കുർബാന തുടങ്ങി. 6 മണിയായപ്പം കുർബാന അവസാനിച്ചു. വധുവും വരനും അപ്പം തന്നെ അടുത്ത ബന്ധുക്കളുമായിട്ട് വീട്ടിലേക്ക് പോയി. അപ്പം വിവാഹത്തിൽ പങ്കെടുക്കാൻ പുറത്തു നിന്നെത്തിയ ഞങ്ങളെല്ലാവരും പെട്ടെന്നൊന്ന് ഭയന്നു. ഈ ഓഡിറ്റോറിയത്തിൽ വെച്ചല്ലേ റിസപ്ഷൻ എന്നുള്ള രീതിക്ക്. പക്ഷേ അവരപ്പം തന്നെ തിരിച്ചു വന്നു. അപ്പോൾ ഇവരെവിടെ പോയതാണെന്ന് അന്വേഷിച്ചപ്പം രാഹുകാലത്തിന് മുമ്പ് വീട്ടിൽ കയറാൻ പോയതാണ് എന്നാണ് അവർ മറുപടി പറഞ്ഞത്. അപ്പം ഞാനിപ്പോൾ ഇവരോടൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്തു. ഞങ്ങൾക്ക് ആർക്കും അറിയത്തില്ല എന്താണ് രാഹുകാലം. അപ്പോൾ പിതാവിന് രാഹുകാലം എന്താണെന്ന് അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം. അത് നമ്മുടെ ക്രൈസ്തവ വിശ്വാസത്തിന്റെ ഭാഗമാണോ എന്നുകൂടി ഒന്ന് പിതാവ് പറഞ്ഞു തരണം. രാഹുകാലം എന്താണെന്ന് എനിക്ക് വലിയ പിടിയില്ല. ഞാൻ പണ്ടെങ്ങോ പറഞ്ഞു കേട്ടത്, രാഹു എന്ന് പറഞ്ഞ ഒരു സംഭവം ആകാശത്തെങ്ങോ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ഭൂമിയിലോട്ട് നോക്കും. ആ നോക്കുന്നതിൻ്റെ ടൈമാണ് രാഹുകാലം. നോക്കുമ്പോൾ ആശാൻ കാണുന്നതെല്ലാം പ്രശ്നമാണ്. അതുകൊണ്ട് രാഹുകാലം നോക്കിയേ കാര്യങ്ങളെല്ലാം ചെയ്യും. നല്ല കാര്യങ്ങൾക്കെല്ലാം പോകുമ്പോൾ രാഹുകാലം നോക്കണം. അതിനോടുള്ള ക്രൈസ്തവ സമീപനം നമ്മളെ സംബന്ധിച്ചിടത്തോളം സർവശക്തനായ ദൈവത്തിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. പരിശുദ്ധ കുർബാന ഓരോ ദിവസവും സ്വീകരിക്കുന്നവരാണ് നമ്മൾ. നമ്മുടെ ഒരു പ്രശ്നം, നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുമ്പോഴും വേറെ ചെറിയ കുറച്ച് ദൈവങ്ങളിൽ കൂടി വിശ്വസിക്കുന്നുണ്ട്. നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കാനായിട്ട്, നമ്മുടെ പേടി മാറാനായിട്ട് ഇപ്പുറത്തെ ദൈവം, നമ്മുടെ കാര്യം നടക്കാൻ ഇപ്പുറത്തെ ദൈവം, നമ്മുടെ എന്തെങ്കിലും നല്ല കാര്യത്തിനിറങ്ങും വേറൊരു ദൈവം. ഇത് നമ്മുടെ ഒരു പ്രശ്നമാണ്. നമുക്ക് ഏകദൈവമായ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവത്തിലാണ് വിശ്വാസമെങ്കിൽ പിന്നെ നമുക്ക് അവിടുന്ന് സൃഷ്ടിച്ചതെല്ലാം നല്ലതാണ്, അവിടുന്ന് സൃഷ്ടിച്ച എല്ലാ ദിനങ്ങളും നല്ലതാണ്, എല്ലാ സമയവും എല്ലാത്തിനും നല്ലതാണ്. നല്ല ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. പക്ഷേ ഈ പറഞ്ഞതുപോലെ മനുഷ്യന് ഭയപ്പാടുകളുണ്ട്. ആ ഭയപ്പാടുകളെ ചൂഷണം ചെയ്യുന്ന ചില വിശ്വാസങ്ങളാണ് ഇങ്ങനെയുള്ള വിശ്വാസങ്ങളെല്ലാം. ക്രിസ്ത്യാനികളും പലരും രാഹുകാലം നോക്കുന്നത് ഞാനും ശ്രദ്ധിച്ചിട്ടുണ്ട്. ചിലപ്പോഴെങ്കിലും ഇന്ന സമയത്ത് തന്നെ വീട് വെഞ്ചരിക്കാൻ വരണമെന്നൊക്കെ ആൾക്കാർ പറയുമ്പം ഞാനൊരു അരമണിക്കൂറുടെ കഴിഞ്ഞിട്ടേ പോകാറുള്ളൂ. കാരണം എങ്ങാനും ഇതാ രാഹുകാലം ആണ് അവർ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതൊന്ന് മാറിക്കോട്ടെ, എന്നിട്ട് വെഞ്ചരിച്ചിട്ട് ഇപ്പോൾ എന്താ സംഭവിക്കുന്നത്. ഇപ്പം നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള കുറച്ച് ഭയപ്പാടുകളാണ്. പിതാവ് രാഹുകാലത്തിന് മുമ്പ് വരണമെന്ന് പിതാവിനോട് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞിട്ട് പിതാവ് അങ്ങനെ ലേറ്റായി പോയിട്ടുണ്ടെങ്കിൽ, അപ്പോൾ അതിനുശേഷം അവിടെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഒരു പിതാവിൻ്റെ തന്നെ ഇങ്ങനെ കുറ്റം വെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? ഇതുവരെ അങ്ങനെ ഒന്നും കേട്ടിട്ടില്ല കേട്ടോ. ഇപ്പം ഇതെല്ലാം ഒരു ആക്സിഡൻ്റലായിട്ട് സംഭവിക്കുന്നതല്ലേ. ഇപ്പം രാത്രിയിൽ ഞാൻ നടന്നു പോകുന്നു, ഒരു പറമ്പിലൂടെ നടന്നു പോവുകയാണ്. ധാരാളം തെങ്ങും കവുങ്ങും എല്ലാം ഉള്ള ഒരു പറമ്പാണ്. നോക്കിയപ്പം പെട്ടെന്നൊരു മിന്നൽ വരുന്നു. മിന്നൽ നോക്കിയപ്പോഴത്തേക്കും ഒരു കറുത്ത പൂച്ച എൻ്റെ വഴിയുടെ വിലങ്ങനെ ചാടി. അപ്പം ഞാൻ കറുത്ത പൂച്ച പോയല്ലോ എന്ന് ഓർത്ത് ആശ്വാസം മുന്നോട്ട് പോയപ്പോൾ എൻ്റെ തലയിൽ തേങ്ങ വീണു. അയ്യോ, കറുത്ത പൂച്ച വിലങ്ങനെ ചാടിയാൽ തേങ്ങ വീണു, തലയിൽ തേങ്ങ വീണു, തലയെല്ലാം ഭയങ്കര പ്രശ്നമായി. കഷ്ടകാലത്തിന് ഒരുത്തിനും കൂടി ഇങ്ങനെ സംഭവിച്ചെന്ന് ഓർത്തു. കാരണം ഈ തെങ്ങുള്ള പറമ്പിൽ കൂടെ പോയാൽ ചിലപ്പോൾ തേങ്ങ വീഴും. കാറ്റൊക്കെ വന്നാലേ തേങ്ങ വീഴും.
പക്ഷേ ഇതെല്ലാം കോയിൻസിഡൻസസ് ആണ്. ഇതെല്ലാം കൂടെ ചേർന്ന് വരുമ്പോൾ നമ്മളങ്ങ് തീരുമാനിക്കുകയാണ്, അയ്യോ കറുത്ത പൂച്ച വഴി ചാടിയാൽ പ്രശ്നമാകും. ഈ ദൈവവിശ്വാസത്തിൻ്റെ കേന്ദ്രം ദൈവമാണെന്ന് പറയുമ്പോൾ അന്ധവിശ്വാസങ്ങളുടെ എല്ലാം കേന്ദ്രം നമ്മൾ തന്നെയാണ്. നമ്മുടെ ഭയപ്പാടുകളാണ് അന്ധവിശ്വാസങ്ങളുടെ എല്ലാം കേന്ദ്രം എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മളെല്ലാവരും അതും സർവശക്തനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കുകയാണ്. പേടിക്കേണ്ട കാര്യമില്ല. ബൈബിളിലാണെങ്കിൽ ഈശോ ഏറ്റവും കൂടുതൽ പ്രാവശ്യം പറഞ്ഞത് ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട. പക്ഷെ നമുക്ക് മുഴുവൻ ഭയമാണ്. ഓരോ ഭയപ്പാടുകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പലപ്പോഴും പള്ളിയിൽ പോകുന്നതും പ്രാർത്ഥിക്കുന്നതുമൊക്കെ. അപ്പം അതുകൊണ്ട് ഈ ഭയപ്പാടുകളല്ല നമ്മളെ ദൈവത്തിലേക്ക് നയിക്കേണ്ടത്, സ്നേഹമാണ്. ദൈവത്തോടുള്ള കൃതജ്ഞതയും സ്നേഹവുമാണ് നമ്മളെ ദൈവത്തിങ്കിലേക്ക് നയിക്കേണ്ടത്. ചോദിച്ചോളൂ. അടുത്തതാരാ? സഞ്ജയ്ക്കാണെന്ന് തോന്നുന്നല്ലേ? കഴിഞ്ഞ എപ്പിസോഡുകളിൽ തന്നെ പിതാവ് പറഞ്ഞിട്ടുണ്ട്, വൈദികർ എന്ന് പറയുന്നത് മനുഷ്യരാണ്, അവർക്കും തെറ്റുകൾ പറ്റാമെന്നൊക്കെ. ഇപ്പോൾ നമ്മുടെ കൂടെയുള്ള ഏതെങ്കിലും ഒരു വൈദികൻ തെറ്റ് പറ്റുമ്പോൾ അത് നമ്മൾ തിരുത്തി കഴിയുമ്പോൾ തിരുത്തിയ ആൾക്ക് പിന്നീട് എന്തെങ്കിലും അപകടമോ വല്ലതും സംഭവിക്കുകയാണെങ്കിൽ ആ വൈദികനെ ധിക്കരിച്ചത് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്നൊക്കെ ഒരു സംസാരം വരാറുണ്ട്. വൈദികരെ ധിക്കരിച്ചാൽ അപകടം വരുമോ അല്ലേ? അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും തിരുത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പിന്നെ കൂട്ടുകാർ പറയുന്ന കാര്യം ഇങ്ങനെയായിരിക്കും, ഇനി 2 ആഴ്ചത്തേക്ക് നീ സൂക്ഷിച്ച് കിടക്കണം, ഈ സമയത്തേക്ക് ഒരു അപകടം സംഭവിക്കാൻ നോക്കണം, അല്ലെ ഇത് അതിന്റെ പേരിലാണെന്ന് നിന്റെ തലയിൽ വീഴും. അത് ഇപ്പോഴും അങ്ങനെയൊക്കെ പറയുമോ പിള്ളേര്? പിന്നെ ഇപ്പോഴും പറയും. അച്ഛന്മാരെ തിരുത്തി കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും അനർത്ഥം സംഭവിക്കും, അങ്ങനെ എന്തെങ്കിലും വിമർശിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ആ അടുത്ത കാലങ്ങളിൽ അതിന് ശേഷമുള്ള 1-2 ആഴ്ച കഴിഞ്ഞാൽ പിന്നെ വിഷയമില്ല. ഈ മെത്രാന്മാരെയും വിമർശിക്കുകയും പിന്നെ വഴിയിൽ തടയുകയും ചെയ്യുന്ന പാർട്ടികൾ ഒരു കുഴപ്പമില്ലാതെ നടക്കുന്നു. അവർ വീണ്ടും തടയാൻ വരുന്നതല്ലാതെ ഒന്നും സംഭവിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഇതൊക്കെ നമ്മുടെ ഓരോ വിശ്വാസം എന്നുള്ളതല്ലാതെ എന്താണ് അതിനകത്ത് കാര്യമുള്ളത്? ഒന്നാമത് സ്നേഹിക്കുന്ന ഒരു ദൈവത്തിലുള്ള വിശ്വാസക്കുറവാണ് ഈ പ്രശ്നം. ദൈവം പണിതരും അല്ലേ, കർത്താവ് അങ്ങനെ ചെയ്യും, കർത്താവ് നിന്നെ ശിക്ഷിക്കും, അങ്ങനെ നമ്മൾ വിശ്വസിക്കുന്നതാണ് തെറ്റ്. തമ്പുരാൻ നമ്മളോട് എന്താണ് ചെയ്തത്? നമ്മൾ പാപമെല്ലാം ചെയ്ത്, ഇപ്പോൾ യൂദാസ് ഒറ്റിക്കൊടുത്തു, തമ്പുരാൻ എന്നെ അടുത്തു, തമ്പുരാൻ ഒന്നും ചെയ്തില്ല. എൻ്റെ വിചാരം അവൻ ജീവിച്ചിരുന്നെങ്കിൽ കർത്താവ് അവനെയും എങ്ങനെയെങ്കിലുമൊക്കെ പരിശുദ്ധാത്മാവിനെയൊക്കെ വിട്ട് മാനസാന്തരപ്പെടുത്തി അവനെ അപ്പോസ്തലനാക്കി. അതുപോലെ പത്രോസ് തള്ളി പറഞ്ഞില്ലേ, കർത്താവിനെ തള്ളി പറഞ്ഞു, എന്നാ മാർപ്പാപ്പയാക്കി മാറ്റി. പുതിയ നിയമത്തിൽ നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്ന ദൈവത്തിൻ്റെ ഒരു ചിത്രം എന്ന് പറയുന്നത് ശിക്ഷിക്കാൻ കാത്തിരിക്കുന്ന ഒരു ദൈവമല്ല, കരുണയോടെ രക്ഷിക്കാൻ കരങ്ങൾ വിടർത്തി നിൽക്കുന്ന ഒരു ദൈവമാണ്. ആ ദൈവത്തിലുള്ള വിശ്വാസത്തിൻ്റെ കുറവാണ് പലപ്പോഴും നമ്മളെ ഇത്തരത്തിലുള്ള ഭയപ്പാടുകളിലേക്ക് നയിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, അച്ഛന്മാർ ശപിച്ചു എന്ന് പറഞ്ഞ് പേടിച്ച് നടക്കുകയാണ്. ഞാൻ അവരോട് പറയാറുണ്ട്, അച്ഛൻ ശപിച്ചാൽ അതൊരിക്കലും നിങ്ങൾ കേൾക്കുകയില്ല. കാരണം അച്ഛന്മാർക്ക് അതിനുള്ള അധികാരം കർത്താവ് കൊടുത്തിട്ടില്ല. കർത്താവ് അച്ഛന്മാർക്ക് കൊടുത്തിരിക്കുന്ന അധികാരം അനുഗ്രഹിക്കാൻ മാത്രമേ ഉള്ളൂ. അനുഗ്രഹിക്കാനുള്ള ആ അവകാശവും അധികാരവും മാത്രമേ കർത്താവ് വൈദികർക്ക് കൊടുത്തിട്ടുള്ളൂ. ശപിക്കാനൊന്നും ആർക്കും കൊടുത്തില്ല. അച്ഛൻ ശപിക്കുന്നുണ്ടെങ്കിൽ അത് അച്ഛന് തന്നെ ബുദ്ധിമുട്ടായിട്ട് മാറുകയാണ്. കാരണം അച്ഛൻ സ്നേഹത്തിൻ്റെ ആളാണ്, ഒരിക്കലും ശപിക്കാൻ പാടില്ല. ദൈവപിതാവിൻ്റെ കരുണയ്ക്ക് സാക്ഷ്യം വഹിക്കേണ്ട ആളാണ് വൈദികൻ. അതുകൊണ്ട് വൈദികരെ തിരുത്തി കൊടുക്കുമ്പോഴും നിങ്ങൾ സ്നേഹപൂർവ്വമൊക്കെ തിരുത്തി കൊടുക്കണം. ഈ പൊതുയോഗത്തിലൊക്കെ കടന്ന് ബഹളം ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ അവരെ തടയാൻ പോവുകയൊന്നും ചെയ്യരുത്. സ്നേഹപൂർവ്വം അവരെ തിരുത്തി കൊടുത്തു കഴിഞ്ഞാൽ അവർ സ്വീകരിക്കാൻ തയ്യാറാവും എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഇതിനകത്തൊരു സൈക്കോളജിക്കൽ എലമെന്റ് ആണുള്ളത്. നമ്മളിങ്ങനെ പറയുമ്പോൾ നമുക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്ന് നമ്മൾ തുടർച്ചയായിട്ട് വിചാരിക്കുന്നു, പിന്നീട് നടക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ അതിനോട് അസോസിയേറ്റ് ചെയ്യുന്നു. ഈ സെൽഫ് ഫുൾഫില്ലിംഗ് പ്രോഫസി എന്ന് പറഞ്ഞൊരു സംഭവം സൈക്കോളജിയിലുണ്ട്. നമ്മൾ ഒരു കാര്യം വിശ്വസിച്ച് നടന്നാൽ അത് തന്നെ സംഭവിക്കുന്നു. അതൊരു സിമ്പിൾ ലോജിക്കാണ്. നമ്മൾ എനിക്കിങ്ങനെ അനർത്ഥങ്ങൾ വരുമെന്ന് ചിന്തിച്ചുകൊണ്ട് നടന്നാൽ എന്തെങ്കിലും അനർത്ഥമൊക്കെ വരും. അല്ലെങ്കിൽ വരുന്നത് അനർത്ഥമായിട്ട് നിങ്ങളങ്ങ് കരുതും. ഇത്രയേ ഉള്ളൂ അതിനകത്ത്. അപ്പം നമ്മൾ ചിന്തിക്കുക, ഇപ്പോൾ ഉദാഹരണത്തിന് എനിക്ക് പാമ്പിനെ പേടിയാണെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് ആർക്കും പേടിയില്ലെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ? പേടിയുണ്ട്, പാമ്പിനെ പേടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്കൊക്കെ പോവുകയാണെങ്കിൽ, രാത്രിയിലൊക്കെ പോവുകയാണെങ്കിൽ സൂക്ഷിച്ചൊക്കെ നടക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് കുറേ സ്ഥലം ഇങ്ങനെ പുല്ല് പിടിച്ചൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ ഞാൻ സാധാരണ രീതിയിൽ വൈകുന്നേരം പോവുകയാണെങ്കിൽ കറങ്ങി റോഡിൽ കൂടെ പോകത്തുള്ളൂ. ഒരു പ്രാവശ്യം ഞാൻ പുറകിൽ കൂടെ തന്നെ അങ്ങ് നടന്നിങ്ങി പോകുന്നു. ഏതാണ്ട് പല വിചാരമൊക്കെ ആയിരുന്നു. അതുകൊണ്ട് ബസ് ഇറങ്ങി നടന്നു വരികയാണ്.
നടന്ന് ഈ പുല്ല് പിടിച്ച് കിടക്കുന്ന സ്ഥലത്തൂടെ വരുമ്പോഴാണ് ഞാൻ ഓർത്തത്, ഉയ്യോ വൈകുന്നേരമായി, പാമ്പ് ഉള്ള പറമ്പാ കേട്ടോ. അങ്ങനെ നോക്കുമ്പോൾ താണ്ട കിടക്കുന്ന ഒരു പാമ്പ്. അയ്യോ, ഉടനെ ഞാൻ ബഹളം എല്ലാം വെച്ചു, പാമ്പ് കിടക്കുന്നേ, വലിയ പാമ്പാണേ എന്നെല്ലാം വെച്ചോ. നാട്ടുകാരെല്ലാം ഓടി വന്നു, അച്ഛനെ പിന്നെ പിടിക്കാൻ വന്ന പാമ്പാരാണ്, കാണണമല്ലോ. ഒരു കൊച്ചുണ്ടാപ്പി എൻ്റെ കുർബാനയ്ക്ക് കൂടുന്ന പയ്യനും വലിയ കമ്പുമായിട്ട് വന്നിട്ടുണ്ട്, അവനും പറ്റുമെങ്കിൽ ഒരു അടി കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ വന്നിട്ട് അവൻ്റെ കമ്പ് കൊണ്ട് ആ പാമ്പിനെ എടുത്ത് ഉയർത്തിയിട്ട് എന്നോട് പറയാ, എൻ്റെ അച്ഛ നാണമില്ല ഇങ്ങനെ കിടന്ന് മോങ്ങാൻ, ഇതൊരു കയറാ. അതായത് ആ പറമ്പിൽ പാമ്പുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ പോകുമ്പം അവിടെ കാണുന്ന കയറ് പോലും പാമ്പാണ്. ഇത്രയേ ഉള്ളൂ സംഭവം. എന്ന് പറഞ്ഞാൽ നമുക്കിങ്ങനെ ചില തോന്നലുകൾ പോലും ഭയപ്പാടുകളും ഒക്കെ ആയിട്ട് നമുക്ക് വരുന്നു എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ടാണ് കർത്താവ് എപ്പോഴും പറയുന്നില്ലേ, ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. അപ്പോൾ ദൈവവിശ്വാസം കൂടുന്തോറും നമുക്കുണ്ടാകുന്ന ഒരു പ്രത്യേകത എന്താണ്? ധൈര്യം കൂടുകയാണ്, ജീവിതത്തെ നേരിടാൻ ധൈര്യം കൂടുകയാണ്. ദൈവവിശ്വാസം കുറയും തോറും മറ്റു തരത്തിലുള്ള ഭയപ്പാടുകൾ നമ്മളെ സ്വാധീനിക്കുകയാണ്. അതാണ് അതിൻ്റെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. ദൈവവിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് പല ഭയപ്പാടുകളെ നേരിടാനായിട്ട് സാധിക്കും. നമ്മുടെ ചില ഇടവകളിൽ തന്നെ അല്ലെങ്കിൽ പള്ളികളിൽ തന്നെ തീർത്ഥാടന കേന്ദ്രങ്ങളിലും ധ്യാന കേന്ദ്രങ്ങളിലും ഒക്കെ കയ്യിൽ കെട്ടുന്ന ചരടുകളും കുറച്ച് ലോക്കറ്റുകളും അല്ലെങ്കിൽ മാതാവിൻ്റെയോ ഔസപിതാവിൻ്റെയോ ഗീവർഗീസിൻ്റെയോ ഒക്കെ ലോക്കറ്റൊക്കെ നമുക്ക് കൊടുത്തു വിടും. അപ്പോൾ അത് നമ്മൾക്ക് അമ്മമാരൊക്കെ തന്നിട്ട് പറയും, ഇൻ്റർവ്യൂവിന് പോകാൻ നേരത്ത് അത് ഇട്ടിട്ട് പോകണം, അല്ലെങ്കിൽ എക്സാമിന് പോകുന്നത് അത് കെട്ടിക്കൊണ്ട് പോകണം, അത് കെട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ജയിക്കും എന്നൊക്കെ പറയും. ഇതാവേ ഈ ഒരു നെഗറ്റിവിറ്റി, ഈ അന്ധവിശ്വാസങ്ങളുടെ നെഗറ്റിവിറ്റിക്കപ്പുറം ഇതുകൊണ്ട് നമുക്കൊരു പോസിറ്റിവിറ്റി ഇല്ലേ, നമുക്കൊരു സെൽഫ് കോൺഫിഡൻസ് ഇതിനകത്തുണ്ടാകുന്നില്ലേ? എൻ്റെ കൂടെ മാതാവുണ്ട് അല്ലെങ്കിൽ ഔസപിതാവുണ്ട്, എനിക്കൊന്നും പറ്റത്തില്ല എന്നൊരു സെൽഫ് പോസിറ്റിവിറ്റിയും നമുക്കുണ്ടാകുന്നില്ലേ? അതിനെപ്പറ്റി പിതാവിൻ്റെ അഭിപ്രായം എന്താണ്? അല്ല, അത് തീർച്ചയായിട്ടും നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ. കർത്താവ് തന്നെ പറയാനുള്ളത്, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ. ഇപ്പം മാതാവിൻ്റെ ഒരു ലോക്കറ്റ് കയ്യെ ധരിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ മാതാവ് എൻ്റെ കൂടെ ഉണ്ടെന്നുള്ളൊരു വിശ്വാസം എനിക്ക് ഉണ്ടാവുന്നു, നീ അത് ചെയ്തോ, കുഴപ്പമൊന്നുമില്ല. ഞാൻ പറയുന്നത് നമ്മുടെ വിശ്വാസം കൊണ്ട് നമുക്കോ മറ്റുള്ളവർക്കോ ഉപദ്രവം ഉണ്ടാകരുത്. മനസ്സിലായില്ലേ? അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് നമ്മളത് ശരിയാണോ എന്ന് ചിന്തിക്കേണ്ടത്. നമ്മുടെ ചില വിശ്വാസങ്ങൾ മനുഷ്യാവകാശ ലംഘനങ്ങളായിട്ട് മാറും, മറ്റുള്ളവരെ ബാധിക്കുന്ന തരത്തിൽ വരുന്നു, അല്ലെങ്കിൽ നമ്മളെ ബാധിക്കുന്ന തരത്തിൽ വരുമ്പോഴാണ് ഇത് പ്രശ്നമായിട്ട് മാറും. ഇത് നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് കൂട്ടുന്ന ഒരു കാര്യമാണ്. ഞാൻ വരുന്നവർക്ക് ഒരു കൊന്ത വെഞ്ചരിച്ചു കൊടുക്കുന്നു. അപ്പോൾ പലരും പറയും, പിതാവ് വെഞ്ചരിച്ച് തന്ന കൊന്ത പ്രാർത്ഥിച്ച് നമ്മൾ കൊടുക്കുന്നതാണ്. ആ വ്യക്തിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ച് കൊന്ത വെഞ്ചരിച്ചു കൊടുക്കുന്നു. ആ കൊന്ത ഇട്ടുകൊണ്ട് നടക്കുമ്പോൾ എനിക്കൊരു പ്രത്യേക ശക്തി തോന്നുന്നു. തീർച്ചയായിട്ടും അത് പരിശുദ്ധ അമ്മയുടെ ഒരു അനുഗ്രഹമായിട്ട് ഞാൻ കരുതും. അത് അന്ധവിശ്വാസമല്ല, അത് പരിശുദ്ധ അമ്മയിലുള്ള അമ്മ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നുള്ള ഒരു വിശ്വാസത്തിന്റെ ഒരു പ്രകാശനമാണ്. അമ്മയുടെ ഒരു സാന്നിധ്യം എൻ്റെ കൂടെയുണ്ട്, നമ്മുടെ കർത്താവിൻ്റെ സാന്നിധ്യം കൂടെയുണ്ട്. ഇതൊന്നും അന്ധവിശ്വാസമല്ല. അന്ധവിശ്വാസങ്ങൾ എന്ന് പറയുന്നത് ശരിക്കും നമ്മളിലെ ഭയപ്പാടുകളെയും ആകുലതകളെയും എല്ലാം വർദ്ധിപ്പിക്കാനോ അല്ലെങ്കിൽ ശമിപ്പിക്കാനോ എന്നൊക്കെ ഉള്ള രീതിയിലുള്ള അർത്ഥരഹിതമായ കാര്യങ്ങളാണ് അന്ധവിശ്വാസം. അത് ചിലപ്പോൾ നമ്മുടെയും മറ്റുള്ളവരുടെയും അവകാശ ലംഘനമായിട്ട് മാറുകയും ചെയ്യും. അല്ല, പക്ഷെ പഠിക്കാതെ നൂല് കെട്ടിക്കൊണ്ട് പോയിട്ട് കാര്യമുണ്ടോ പിതാവേ? പഠിക്കാതെ കെട്ടിക്കൊണ്ട് പോയിട്ട് ഒരു കാര്യമില്ല. പഠിക്കണം. പഠിച്ചു കഴിയുന്നവർക്ക് ചിലപ്പം മറന്നു പോകുമല്ലോ, ചിലപ്പം മറക്കാതിരിക്കാനായിട്ട് ചിലപ്പോൾ ഇത് സഹായിക്കും. കൂടെയുണ്ട്, നമുക്കത് ചെയ്യാൻ പറ്റും, പഴയതുപോലെ അല്ല എന്നൊക്കെ ഞാൻ സ്ട്രോങ് ആണ് എന്നൊക്കെ ഒരു ഫീലിംഗ് വരും. അത് തീർച്ചയായിട്ടും സഹായിക്കും. അങ്ങനെയാണെങ്കിൽ പല അന്ധവിശ്വാസങ്ങളും നമുക്ക് തുടരാം, അല്ലെങ്കിൽ നമ്മുടെ ഒരു മനസ്സിന് അതൊരു പോസിറ്റിവിറ്റി നമുക്കൊരു നന്നായിട്ട് ഭവിക്കുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ മനുഷ്യാവകാശങ്ങളെ ലംഘിക്കുന്നില്ലെങ്കിൽ. ഏത് അന്ധവിശ്വാസമാണ് അങ്ങനെയുള്ളത്? ഇപ്പം ഇത് അന്ധവിശ്വാസമല്ല. ഇപ്പോ ഒരു ലോക്കറ്റ് ധരിക്കുന്നത് അന്ധവിശ്വാസമല്ല. ഗീവർഗീസ് പുണ്യാളന്റെ ലോക്കറ്റ് ധരിക്കുന്നു, മാതാവിന്റെ ലോക്കറ്റ് ധരിക്കുക എന്ന് പറഞ്ഞാൽ അന്ധവിശ്വാസമല്ല. അതൊരു പ്രൊട്ടക്ഷനായിട്ട് നമ്മൾ പ്രാർത്ഥിച്ച് നമ്മൾ ധരിക്കുന്നതാണ്. അത് നമുക്ക് കുറച്ചുകൂടെ കോൺഫിഡൻസ് നൽകും. അതല്ലല്ലോ അന്ധവിശ്വാസം. അന്ധവിശ്വാസം എന്ന് പറയുന്നത് ഇപ്പോൾ ഉദാഹരണത്തിന് ഇങ്ങനത്തെ രാഹുകാലം, അതിന്റെ പേരിൽ എന്തേരം പേര് ഞെരുങ്ങുന്നു. സമയം നോക്കി പോകണം, ഭയങ്കര പ്രശ്നങ്ങള്, പിന്നെ സമയം തെറ്റിക്കഴിഞ്ഞാൽ ആവപ്പടെ ആകുലത, ഇങ്ങനെയുള്ള ഒത്തിരി ഇഷ്യൂസ് ഉണ്ട്. ഇതിനകത്ത് അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും ഇല്ല. ഈ വീടുകളുടെ സ്ഥാനം നോക്കുമ്പോൾ അങ്ങനത്തെ കാര്യങ്ങളിലേക്കൊക്കെ വീടുകളുടെ സ്ഥാനം നോക്കുന്ന ഒരു സഹോദരി വർഷങ്ങൾക്ക് മുമ്പ് എന്നോട് പറഞ്ഞു, അച്ഛാ ഞാൻ ഒരു ധ്യാനഗുരു വന്ന് പറഞ്ഞു ഇത് കട്ടള മാറ്റി തെക്കോട്ട് വെക്കണമെന്ന് പറഞ്ഞു. അത് വെച്ചു.
വേറൊരു ബ്രദർ വന്ന് പറഞ്ഞു അത് ഭയങ്കര പ്രശ്നമാണ് തെക്കോട്ട് വെച്ചാൽ, അതുകൊണ്ട് അത് വടക്കോട്ട് വെക്കണമെന്ന് പറഞ്ഞു അവിടെയും വെച്ചു. പിന്നെ ഒരാൾ പറഞ്ഞു ഇത് മൂന്നും പ്രശ്നമാണ്, ഇത് മൊത്തം കുഴപ്പമാണ്, അതുകൊണ്ട് ഇനി പടിഞ്ഞാട്ട് വെച്ച് നോക്കാൻ പറഞ്ഞു. അപ്പോൾ കിഴക്കും പടിഞ്ഞാറും തെക്കും വടക്കുമായി. ഇനിയിപ്പോൾ വെക്കാനൊന്നുമില്ല. അപ്പോൾ അവർ പറയും ഇനി ബാത്റൂമിൽ മാത്രമേ കട്ടള വെക്കാനുള്ളൂ. അപ്പം പക്ഷേ അവരുടെ അനർത്ഥങ്ങളൊന്നും മാറുന്നില്ല. ഞാൻ പറഞ്ഞു സഹോദരി ബാത്റൂമിൽ കൂടെ വെച്ചോ, കാരണം ഇനി അത് വെച്ചില്ല എന്നോർത്ത് ഇവർക്കൊരു വിഷമം ഉണ്ടാകണ്ട, വെച്ച് നോക്കാം. ഈ പ്രശ്നം യൂറോപ്പിലില്ലല്ലോ. നിങ്ങൾ ഗൾഫിൽ പോയി, അവിടെ ഇങ്ങനത്തെ പ്രശ്നമില്ലല്ലോ. സ്ഥാനം നോട്ടമൊന്നും ഇല്ലല്ലോ. ഗവൺമെന്റ് അലോട്ട് ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ വീട് പണിയുക എന്നല്ലാതെ അവിടെ സ്ഥാനം നോക്കാനൊന്നും പറ്റത്തില്ല. പിതാവ്, അപ്പം ചിലർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇപ്പം നമ്മുടെ വീട്ടിൽ ഭയങ്കര മോശമായിരുന്നു, അപ്പോൾ പെട്ടെന്ന് ഒരു വൈദികനോ മറ്റോ അവരുടെ വീട് സന്ദർശിക്കാൻ വന്നപ്പം ആ സാധനം എടുത്ത് മാറ്റിയേക്ക്, ചിലപ്പോൾ ഒരു ട്രോഫി ആയിരിക്കും, അതങ്ങ് എടുത്ത് മാറ്റിയേക്ക്, അത് മാറ്റി കഴിയുമ്പം ഇതെല്ലാം മാറിക്കോളും. അങ്ങനെ എടുത്ത് മാറ്റി, എന്നിട്ട് അവർക്ക് അതിനുശേഷം അവരുടെ കാര്യങ്ങളെല്ലാം ശരിയായി പോയി എന്നാണ് ഇവർ പറയുന്നത്. അതെന്തുകൊണ്ടാണ്? അതിൽ സത്യം ഉള്ളത് കൊണ്ടാണോ, ആരെങ്കിലും കൂടോത്രം കൊണ്ട് വെച്ചത്? അത് സത്യമാണോ? ഞാൻ വിശ്വസിക്കുന്ന കർത്താവിന് ഈ വസ്തുക്കളൊന്നും പ്രശ്നമല്ല. മനസ്സിലായില്ലേ? ആ വസ്തു അവിടെ ഇരുന്നാലും ഇരുന്നില്ലേലും നമ്മുടെ കർത്താവിന് എന്നെ രക്ഷിക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ല. അതുകൊണ്ട് നമ്മൾ വിശ്വസിക്കുന്ന കർത്താവ് നമ്മളെ ഒരിക്കലും ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കൊന്നും നയിക്കത്തില്ല. കുറെ വസ്തുക്കൾക്ക് നിയന്ത്രണം കൊടുക്കുകയാണ്, അല്ലേ? നിന്നെ നിയന്ത്രിക്കുന്നത് ഈ വസ്തുവാണ്, ഇതെടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ പ്രശ്നം തീരും. അങ്ങനെ നമ്മളോട് പറയുന്ന ഒരാളല്ല നമ്മുടെ കർത്താവ് എന്നാണ് എൻ്റെ വലിയ വിശ്വാസം. എൻ്റെ കർത്താവ് സർവശക്തനാണ്. ഏത് പ്രശ്നവും മാറ്റിത്തരാൻ അവിടത്തേക്ക് സാധിക്കും എന്നുള്ളൊരു വലിയ വിശ്വാസത്തോടെ നല്ല പോസിറ്റീവായിട്ട് ഞാനങ്ങ് ജീവിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇങ്ങനെ നൂറുകൂട്ടം ആൾക്കാരുടെ പുറകെ നടക്കും. അവരെന്താണ് പറയുന്നത്, ഇവരെന്താണ് പറയുന്നത്. ഞാനൊരു നല്ല വിശേഷവിധിയായ പ്രാർത്ഥനക്കാരനെ കണ്ണൂരിൽ നിന്ന് ഇറക്കുമതി ചെയ്തിരിക്കുന്നു. കൊള്ളാം. എത്ര രൂപയാണ്? 25,000 രൂപ കൊടുക്കണം. പുള്ളിക്ക് വണ്ടി ചെലവ്. അദ്ദേഹം വന്നിട്ട് എന്താ ചെയ്യുന്നത്? പ്രത്യേക പ്രാർത്ഥന നടത്തും. അപ്പോൾ ഈ വ്യക്തിക്ക് പ്രത്യേക ശക്തി നമ്മൾ കൊടുക്കുന്നു. അയാൾ ചൊല്ലുന്ന പ്രാർത്ഥനയ്ക്ക് ശക്തി കൊടുക്കുന്നു. അപ്പം നിങ്ങൾ ഇന്ന് രാവിലെ സ്വീകരിച്ച പരിശുദ്ധ കുർബാനയ്ക്കോ അത്ര ശക്തി പോരാ. കണ്ണൂരിലെ ചേട്ടനാണ് അതിനേക്കാളും ശക്തി. ഞാനതിൽ വിശ്വസിക്കുന്നില്ല. പിന്നെ ഒരു നിങ്ങൾ ദിവ്യമായിട്ട് കരുതുന്ന ഒരാൾ നിങ്ങളുടെ വീട്ടിൽ കയറി വന്ന് ആ വസ്തുവാണ് പ്രശ്നം, അതങ്ങോട്ട് മാറ്റിയേക്കാൻ പറയുമ്പോൾ നിങ്ങളത് മാറ്റി കഴിയുമ്പം നിങ്ങൾക്ക് തന്നെ ഒരു കോൺഫിഡൻസ് കിട്ടുകയാണ്, മാറ്റിയല്ലോ, പ്രശ്നമെല്ലാം മാറിയല്ലോ. ആ ഒരൊറ്റ ചിന്ത മതി നിങ്ങളുടെ പ്രശ്നങ്ങൾ മാറാൻ. അതുകൊണ്ടാണ് ഈ പോസിറ്റിവിറ്റി ജനറേറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിങ്ങളൊക്കെ കല്യാണം കഴിക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും ഓർക്കണം, എല്ലാ ദിവസവും ഭാര്യയും ഭർത്താവും കൂടെ ഒരു 5 പോസിറ്റീവ് കാര്യങ്ങൾ പറഞ്ഞിട്ടേ കിടന്നുറങ്ങാവുള്ളൂ. പലപ്പോഴും നമ്മൾ നെഗറ്റീവ് കാര്യങ്ങൾ മാത്രമേ പറയുന്നു. ഇതാണ് പ്രശ്നം. നമ്മുടെയൊക്കെ വീടുകളിൽ നമ്മുടെ മക്കളും കേട്ട് വളരുന്നത് ഈ നെഗറ്റീവ് കാര്യങ്ങൾ മാത്രമാണ്. പോസിറ്റീവ് കാര്യങ്ങളൊന്നും ആരും പറയുന്നില്ല. പോസിറ്റീവ് കാര്യങ്ങൾ പറയണം, തമാശകളൊക്കെ പറഞ്ഞ് ചിരിക്കണം. അങ്ങനെ കുടുംബാന്തരീക്ഷം നല്ല പോസിറ്റീവ് ആകുമ്പോൾ ഉണ്ടല്ലോ, നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഫീൽ ചെയ്യത്തില്ല. പ്രശ്നങ്ങളെ നേരിടാനുള്ള കഴിവ് നമുക്കുണ്ട്. അതിനിപ്പോൾ എന്നാ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അത് സാരമില്ല, നമുക്കത് ഡീൽ ചെയ്യാമല്ലോ എന്നുള്ള രീതിയിൽ നമ്മളങ്ങ് പോവുകയാണ്. പിതാവ് ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെയാണ്. ഇപ്പം നമുക്കറിയാം, നമ്മുടെ കൂട്ടത്തിലുള്ളവരും പ്രത്യേക ചടങ്ങുകളോ അല്ലെങ്കിൽ നല്ല കാര്യങ്ങളോ ഒന്നും ആഴ്ചയിലെ ചില പ്രത്യേക ദിവസങ്ങളിൽ നടത്തിയല്ല. ഇപ്പോൾ ചൊവ്വാഴ്ചയൊന്നും ഒരിക്കലും ആരും കല്യാണമോ മാമോദീസ അങ്ങനത്തെ ഒരു ചടങ്ങുകളും നടത്തിയല്ല. അതും ഈ പറഞ്ഞ പോലെ ഒരു സൈക്കോളജിക്കലായിട്ടുള്ളൊരു പ്രശ്നം മാത്രമാണോ? നമ്മുടെ നാട്ടിലാണ് അത് കൂടുതലും നമ്മൾ കണ്ടു വളരുന്നത്. 13 എന്ന് പറയുന്ന നമ്പർ കുഴപ്പമാണ്, അല്ലെങ്കിൽ ചൊവ്വാഴ്ച നല്ല കാര്യങ്ങൾ ചെയ്യത്തില്ല. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ മാത്രം നമ്മൾ കാണുന്ന കാര്യങ്ങളാണ്. മറ്റു രാജ്യങ്ങളിലൊന്നും ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും നമ്മൾ കാണുകയോ കേൾക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? അത് ഇവിടുത്തെ കുറേ വിശ്വാസങ്ങളുമായിട്ട് ഇഴചേർന്ന് കിടക്കുന്നത് കൊണ്ട് മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണത്. നിങ്ങൾ എപ്പോഴും ഓർക്കണം, ബൈബിളിൻ്റെ ആദ്യത്തെ ആളുകളിൽ എന്തോ ഒരു പോസിറ്റീവ് കാര്യമാണ് എഴുതി വച്ചിരിക്കുന്നത്. ഓരോന്നും സൃഷ്ടിച്ചു കഴിഞ്ഞ് ദൈവം അതെല്ലാം നല്ലതാണെന്ന് കണ്ടു, അല്ലേ? ദിവസം സൃഷ്ടിച്ചു, രാത്രി സൃഷ്ടിച്ചു, ഇങ്ങനെയുള്ളതെല്ലാം എല്ലാം നല്ലതാണെന്ന് ദൈവം കണ്ടു. ദൈവത്തിൻ്റെ സൃഷ്ടികളെല്ലാം നല്ലതാണ്, സമയവും കാലവും എല്ലാം. ആ ഒരു വലിയ വിശ്വാസത്തോടു കൂടി നമ്മൾ ജീവിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതാണ് ശരിക്കും സുവിശേഷത്തിൻ്റെ ഒരു സന്ദേശം. അതുകൊണ്ടാണ് എനിക്ക് പലപ്പോഴും സംശയം ഉണ്ടാകുന്നത്, നമുക്ക് സുവിശേഷം ശരിക്കും മനസ്സിലായിട്ടുണ്ടോ? നമ്മളിങ്ങനെ ഏതെങ്കിലും ഒരു മതം പോലെ ക്രിസ്ത്യാനിറ്റിയും കാണുന്നതല്ലാതെ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ അനന്യത, യുണീക്നെസ്, അത് അപാരമായ ഒരു പോസിറ്റിവിറ്റിയാണ്. കുരിശെന്ന് പറയുന്നത് ഏറ്റവും നെഗറ്റീവ് സംഭവത്തെ രക്ഷയുടെ മാർഗമാക്കി ഏറ്റവും പോസിറ്റീവ് ആക്കിയതാണ് ക്രിസ്ത്യാനിറ്റി.
അല്ലേ? എന്തോ ഒരു വലിയ കാര്യമാണ്. ശാപത്തിന്റെ അടയാളമായിരുന്ന കുരിശിനെ രക്ഷയുടെ അടയാളമാക്കി മാറ്റി. ഏറ്റവും ശപിക്കപ്പെട്ടതിനെ ഏറ്റവും വിശുദ്ധമാക്കി മാറ്റി. എല്ലാ പള്ളികളിലും നടുക്ക് കുരിശിരിപ്പുണ്ട്. അത് ശാപത്തിന്റെ അടയാളമായിരുന്നു. അതാണ് ക്രിസ്ത്യാനിറ്റി. അല്ലാതെ ഏറ്റവും മോശപ്പെട്ട സാഹചര്യത്തെയും ഏറ്റവും പ്രത്യാശ നിർഭരമാക്കുന്നതാണ് നമ്മുടെ ഫെയ്ത്ത് എന്ന് പറയും. പക്ഷെ അത് മനസ്സിലാക്കാതെ നമ്മളിങ്ങനെ നമ്മുടെ തന്നെ കുറച്ച് ഭയപ്പാടുകളും ഒക്കെ ആയിട്ട് അങ്ങ് നടക്കുകയാണ്. എൻ്റെ പേര് റിച്ച. പിതാവെ, നമ്മൾ കുറേ പൈസകൾ കൊടുത്തും വലിയ നേർച്ചകൾ നേർന്നും ദൈവത്തെ സോപ്പിടാം, അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ സാധിച്ചെടുക്കാം എന്നുള്ളൊരു വിചാരം നമ്മളിൽ പലർക്കും ഉണ്ട്. ഇപ്പോൾ ദൈവത്തെ പ്രീതിപ്പെടുത്താൻ അല്ലേ, നേർച്ച കാഴ്ചകൾ സമർപ്പിച്ച് ദൈവത്തെ പ്രീതിപ്പെടുത്തുക. എന്നാൽ അത് ശരിക്കും നമ്മുടെ കാര്യങ്ങൾ പൈസ കൊടുത്ത് വാങ്ങിച്ചെടുക്കുന്ന ഒരു ബിസിനസ്സായോ അല്ലെ ഒരു ഇടപാടായി മാറിയോ എന്നൊരു സംശയം ഇല്ലാതില്ലേ? പിതാവിൻ്റെ അഭിപ്രായം എന്താ അതിൽ? നമ്മുടെ ദൈവത്തെ നമ്മളിനി പ്രീതിപ്പെടുത്തണ്ട. ദൈവം പ്രീതിപ്പെട്ടിരിക്കുകയാണ്. കർത്താവ് നമ്മളെ എല്ലാവരെയും അഗാധമായി സ്നേഹിക്കുകയല്ലേ? അതല്ലേ നമ്മുടെ വിശ്വാസം, അല്ലേ? അപ്പൊ ആ ദൈവത്തെ നമ്മൾ തന്നെ പ്രീതിപ്പെടുത്തുന്നത്. നമ്മളെ സ്നേഹിക്കുക. നീ പാപം ചെയ്യുമ്പോൾ പോലും നിന്നെ കാത്തിരിക്കുന്ന, അല്ലേ, തിരിച്ചു വരാൻ കാത്തിരിക്കുന്ന ഒരു ദൈവത്തെ പ്രീതിപ്പെടുത്താൻ നിങ്ങൾ എന്തിനാണ് നേർച്ചയിടുന്നത്? നമ്മൾ നേർച്ചയിടുന്നതിന്റെ ലക്ഷ്യം പ്രീതിപ്പെടുത്തലല്ല, മറിച്ച് സ്വയം യാഗമായി സ്വയം സമർപ്പിച്ച് നമ്മളെ രക്ഷിച്ച ആ കർത്താവിൻ്റെ സ്നേഹം എൻ്റെ ഉള്ളിൽ നിറയുമ്പോൾ ഞാനും എൻ്റെ അധ്വാനത്തിൻ്റെ, എൻ്റെ സമയത്തിൻ്റെ, എൻ്റെ കഴിവുകളുടെ ദശാംശം ദേവാലയത്തിനും ദൈവിക കാര്യങ്ങൾക്കുമായിട്ട് കൊടുക്കുകയാണ്. അതുപയോഗിച്ചാണ് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ഇടവകയിൽ ചെയ്യുന്നത്, അല്ലേ? ഇടവകയിൽ നിങ്ങൾ നേർച്ചയിടുന്ന ഈ നേർച്ച എന്നാ എടുക്കുന്നത്? ആ നേർച്ച ഉപയോഗിച്ചാണ് പള്ളിയിലെ കാര്യങ്ങളെല്ലാം നടക്കുന്നത്. എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി സ്വയം യാഗമായി ഞാനും എൻ്റെ ജീവിതം സമർപ്പിക്കണം മറ്റുള്ളവർക്ക് വേണ്ടി, മറ്റുള്ളവരുടെ രക്ഷയ്ക്ക് വേണ്ടി. അപ്പൊ എനിക്ക് അധ്വാനിക്കാൻ കർത്താവ് അനുഗ്രഹം തന്നു. അധ്വാന ഫലത്തിന്റെ ഒരു ദശാംശം ഞാൻ കൊടുക്കണം. എനിക്ക് സമയം തന്നു, ആരോഗ്യം തന്നു. ആരോഗ്യത്തിന്റെ ദശാംശം ഞാൻ ദൈവത്തിന് കൊടുക്കണം, ദൈവത്തിന് ദൈവിക കാര്യങ്ങൾക്കും. സമയത്തിന്റെ ദശാംശം ദൈവത്തിന് ദൈവിക കാര്യങ്ങൾക്ക് ഞാൻ കൊടുക്കണം. കഴിവുകളുടെ ദശാംശം ഞാൻ ദൈവത്തിന് ദൈവിക കാര്യങ്ങൾക്ക് കൊടുക്കണം. ഇതൊന്നും പ്രീതിപ്പെടുത്താനല്ല, പ്രീതിപ്പെട്ടത് കൊണ്ടാണ് നമ്മളത് ചെയ്യുന്നത്. ഈ ദശാംശം നമ്മൾ ദേവാലയത്തിൽ തന്നെ കൊടുക്കണമെന്നുണ്ടോ, അതോ നമുക്ക് പേഴ്സണൽ ചാരിറ്റി ആയിട്ട് എല്ലാം ഉൾപ്പെടുത്താം? പക്ഷെ ദൈവിക കാര്യങ്ങൾ, ദേവാലയം, ഇതെല്ലാം നമ്മുടെ ഒരു കൺസേൺ ആയിരിക്കണം. കാരണം നമ്മളാണ് നമ്മുടെ ദേവാലയങ്ങളെ വളർത്തുന്നത്, വേറെ ആരുമല്ല, പുറത്തുനിന്ന് ആരും വന്നല്ല. അപ്പൊ നമ്മൾ തന്നെ നമ്മുടെ ദേവാലയങ്ങളെ വളർത്തണം, ദൈവിക കാര്യങ്ങളെ വളർത്തണം. നമ്മുടെ സഭയുടെ പ്രവർത്തനങ്ങളെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം. കാരുണ്യ ഭവനങ്ങളുണ്ടെങ്കിൽ അവിടെയൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം. അപ്പൊ അത് കൃത്യമായിട്ട് നമ്മൾ ചെയ്തു പോവുകയാണെങ്കിൽ നമുക്കും സമൃദ്ധി ഉണ്ടാവും, നമ്മുടെ സമൂഹങ്ങൾക്കും സമൃദ്ധി ഉണ്ടാവും. ഇപ്പോൾ നമ്മുടെ ഇടവകകള് 100 കണക്കിന് വീടുകൾ പണിത് കൊടുക്കുന്നു. എങ്ങനെയാണ്? ഈ നേർച്ചപ്പണം കൊണ്ട് തന്നെയല്ലേ? ഈ നേർച്ചയിൽ നിന്നൊക്കെ മിച്ചം വരുന്ന തുകയും എല്ലാം കൂടെ എടുത്തൊക്കെയാണ് ഇത്തരത്തിലുള്ള കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ അതിനെല്ലാം നമ്മൾ കൊടുക്കുക. പക്ഷെ ഇതൊന്നും ദൈവത്തെ പ്രീതിപ്പെടുത്താൻ നമ്മൾ ചെയ്യുന്നതല്ല, ദൈവം പ്രീതിപ്പെട്ടത് കൊണ്ട് നമ്മൾ ചെയ്തതാണ് എന്നാണ്. അതിന്റെ വ്യത്യാസം മനസ്സിലായോ റിച്ച? പിതാവ്, ഒരിക്കൽ എൻ്റെ ഒരു സുഹൃത്ത്, അവന് വീഡിയോ എഡിറ്റിംഗ് പഠിക്കാനായിരുന്നു താല്പര്യം. വീഡിയോ എഡിറ്റിംഗ്. പക്ഷെ അവൻ്റെ മാതാപിതാക്കൾ അവനെ അത് പഠിക്കാൻ അനുവദിച്ചില്ല. അവനെ എഞ്ചിനീയറിങ്ങിന് ചേർത്തു. നല്ല മാർക്കോട് കൂടി തന്നെ പാസ്സായി. പക്ഷേ ഇപ്പോൾ ജോലിയൊന്നും കിട്ടാതെ വെറുതെ ഇരിക്കും ഇപ്പോഴും. അപ്പം ഒരിക്കലും അവൻ്റെ മാതാപിതാക്കളോട് ഇങ്ങനെ സംസാരിക്കാൻ ഒരു അവസരം ഉണ്ടായപ്പം അന്ന് അവനെ ഇഷ്ടമുള്ള കാര്യത്തിന് വിട്ടിരുന്നെങ്കിൽ അവനെ നീ അവസ്ഥ വരുമായിരുന്നു എന്ന് ചുമ്മാ ചോദിച്ചു. അപ്പോൾ അവർ പറയാ, മോനെ അവനത് വിധിച്ചിട്ടില്ലായിരുന്നു, ഇതായിരിക്കും അവൻ്റെ വിധി, ഇനി ഒരുപക്ഷെ നല്ലത് അവന് വരുമായിരിക്കാം, നമുക്ക് അവൻ്റെ വിധി എന്താണെന്ന് നമുക്ക് നോക്കിക്കാണാം. ഇപ്പം അവരുടെ സ്വന്തം തീരുമാനങ്ങളെ ഒരു വിധിയെ പഴിചാരി മാറി നിൽക്കുക. ഇവിടെ ഇപ്പോൾ തെറ്റ് ശരിക്കും വിധിയായിരുന്നോ അതോ അവരുടെ തീരുമാനങ്ങളായിരുന്നോ? അല്ല, നമ്മുടെ തീരുമാനങ്ങളുടെ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കണം. അത് അവർ പ്രാർത്ഥിച്ചെടുത്ത ഒരു തീരുമാനമായിരിക്കും. അവരുടെ മകന് ഏറ്റവും നല്ലത് ഏതാണ്? ഇപ്പോൾ വീഡിയോ എഡിറ്റിംഗ് എന്നും പറഞ്ഞുകൊണ്ടിരുന്നാൽ ചിലപ്പോൾ അവന് ജീവിക്കാൻ പറ്റത്തില്ല. അതേസമയം ഒരു ബിടെക് ഡിഗ്രി ഉണ്ടെങ്കിൽ പിന്നീടാണല്ലോ അവന് വീഡിയോ എഡിറ്റിംഗ് പഠിക്കാവുന്നതേ ഉള്ളൂ. ഈ ബിടെക് ഡിഗ്രി ഉള്ള ഒരു പയ്യൻ എന്തിനാണ് വീട്ടിൽ കുത്തിയിരിക്കുന്നത്? അവന് പോയി വീഡിയോ എഡിറ്റിംഗ് പഠിക്കരുതോ? അത് 6 മാസത്തെ കോഴ്സ്, 1 വർഷത്തെ കോഴ്സൊക്കെ പഠിച്ചാൽ ചെയ്യാമല്ലോ. അപ്പോൾ മാതാപിതാക്കള് അവര് വിധിയാണെന്ന് പറയുന്നത് ഒരുപക്ഷെ ഈ പയ്യൻ വളരെ നെഗറ്റീവ് മൈൻഡോട് കൂടി വീട്ടിൽ കുത്തിയിരിക്കുവാണ്. അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, അവർ പറഞ്ഞിട്ടൊക്കെ അവൻ അനുസരിക്കുന്നില്ല. അപ്പൊ അവര് അതിനെ മനസ്സിലാക്കാൻ അവര് കണ്ടെത്തുന്ന ഒരു മാർഗമാണ് എല്ലാം വിധിയാണ്. പക്ഷെ നമ്മൾ ക്രൈസ്തവർ വിധിയിൽ വിശ്വസിക്കുന്നവരല്ല.
ദൈവത്തിൻ്റെ പദ്ധതിയിൽ വിശ്വസിക്കുന്നവരാണ്. ദൈവത്തിന് നമ്മളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്, അത് നിവർത്തിതമാകണമെന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ വിധിയിലുള്ള വിശ്വാസം നമ്മുടേതല്ല. നമ്മുടെ സംശയങ്ങൾക്ക് ഉത്തരം നൽകി നമുക്ക് ഈ വിഷയത്തിൽ കൂടുതൽ ചിന്തകൾ പകർന്നു നൽകിയ അഭിമന്യ മാർ തോമസ് തറയിൽ പിതാവിന് നെല്ലും പതിരിന്റെ പേരിലുള്ള നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. എന്നോട് ഒരു ചെറുപ്പക്കാരൻ പയ്യൻ ചോദിച്ചു, ക്രൈസ്തവ വിശ്വാസം അന്ധവിശ്വാസം അല്ലെന്നതിന് പിതാവിന് എന്താണ് ഒരു ഉറപ്പ്? ഞാൻ അവനോട് പറഞ്ഞു, മോനെ, ക്രൈസ്തവ വിശ്വാസം എന്ന് പറയുന്നത് പരമാവധി സ്നേഹത്തിൻ്റെ വിശ്വാസമാണ്. ഇറ്റ് ഡിമാൻഡ്സ് യു ഓൺലി ദ മാക്സിമം ലവ്. വേറെ ഒന്നും ചോദിക്കുന്നില്ല. പരമാവധി സ്നേഹം അതൊരിക്കലും നിനക്കോ മറ്റുള്ളവർക്കോ ഒരിക്കലും എതിരാവില്ല. നിൻ്റെയോ മറ്റുള്ളവരുടെയോ ഒരവകാശത്തെ ഹനിക്കുന്നതല്ല, മറിച്ച് നിന്നെ കൂടുതൽ വളർത്തുന്നതാണ്, സ്നേഹത്തിൽ വളർത്തുന്ന ഒന്നാണ്. അതിനൊരിക്കലും അന്ധവിശ്വാസമാകാൻ സാധിക്കത്തില്ല.